ഷിജി ജോഷി. ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്നാണ് വരുന്നത്. ഹിൽക്രിസ്റ്റ് ആണ് ഞങ്ങളുടെ ഇടവക. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2024 ജൂൺ 28 ഞങ്ങൾ എങ്ങനെയാണ് കൃപാസനത്തിൽ വരാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് അവസരം തന്ന അമ്മയോടും തിരുകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ മോള് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ ചെയ്യുമ്പോൾ അവളുടെ 50% വേയുള്ള ഒരു അസൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് ഹെൽഡ് ചെയ്തു. അത് അവളുടെ വർക്ക് തന്നെയാണോ എന്ന് യൂണിവേഴ്സിറ്റിക്കൊരു സംശയമുണ്ടായിരുന്നു. കാരണം ആ വർക്ക് ചെയ്തത് വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് അവളത് കോപ്പി ചെയ്ത് വേറെ വേർഡ് ഡോക്യുമെൻറ്റിലായിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 3 minutes മാത്രമേ അതിന് മുകളിൽ വർക്ക് ചെയ്തതായിട്ട് യൂണിവേഴ്സിറ്റിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അത് ഡിസിപ്ലിനറി കമ്മിറ്റി ആയിട്ടുള്ള അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയിലേക്ക് ആ വർക്ക് പോയി. എൻ്റെ മോൾക്ക് ഒരുപാട് സ്ട്രെസ്സായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ പേപ്പർ റിവ്യൂ ചെയ്യും. സാധാരണ രീതിയിൽ ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് ഫെയിലായ സമയമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സായിരുന്നു ആ സമയത്ത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. ഒരു അനക്കവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നില്ല. ഞങ്ങൾ സ്റ്റുഡൻറ്റ് യൂണിയനെ കോൺടാക്റ്റ് ചെയ്തു. നമ്മുടെ എല്ലാ വർക്കുകളും അവിടെ സബ്മിറ്റ് ചെയ്തു. കോഴ്സ് കോർഡിനേറ്ററിനെ കോൺടാക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയുടെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 41 ദിവസം ഉപവാസം എടുത്തു, പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. എനിക്ക് അറിയാമായിരുന്ന അച്ഛന്മാരോടെല്ലാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഒന്നും സംഭവിച്ചില്ല. 2 മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസത്തിലേക്ക് പോവുകയാണ്. മോള് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. ഞങ്ങളോടൊന്നും സംസാരിക്കില്ല, എപ്പോഴും റൂം അടച്ചിരിക്കുമായിരുന്നു. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് എപ്പോഴും പേടിയായിരുന്നുകൊണ്ട് ഞാൻ ഇടയ്ക്ക് റൂം പോയി തുറന്നു നോക്കി ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. എന്നും കണ്ണുനീരും കഷ്ടപ്പാടുമായിരുന്നു. ആ 3 മാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയതൊരു അഗ്നിയിൽ കൂടിയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അവർ ലാസ്റ്റായിട്ടൊരു പ്രവാചകൻ്റെ നമ്പർ തന്നു. അവരെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. ആ മനുഷ്യനെ എൻ്റെ ജീവിതം മാറ്റിയെന്ന് പറയാം. അതൊരു നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ സംഭവമാണ് ഞങ്ങളെ കൃപാസനത്തിൽ എത്തിച്ചത്. രാവിലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങും ആവേ മരിയ കൂവേ മരിയ കാക്ക കരയുന്ന പോലെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പറയാനായിട്ട് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. ആ യൂണിവേഴ്സിറ്റിയുടെ പുൽത്തകടിയിലിരുന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവിനോട്. എനിക്ക് ഇതും കൂടെ കേൾക്കേണ്ടി വന്നു. എനിക്ക് തിരിച്ച് മാതാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അന്ന് രാത്രി ഞാൻ ഫിനഗൺ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 1.5 ദിവസം ഉറങ്ങും. അന്ന് എനിക്ക് പിറ്റേ ദിവസം യൂണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടാബ്ലറ്റ് എടുത്തു എണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ഞാൻ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. എന്നെ അത്രയും ഡീപ്പായ സ്ലീപ്പിൽ നിന്ന് എണിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു പെർഫ്യൂമായിരുന്നു അത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ദൈവം എന്നെ ഉറങ്ങാൻ പോലും എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. എന്തിനാണ് ഈ സമയത്തെടുത്ത് ഈ പെർഫ്യൂം അടിച്ചതെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെ നിന്നൊന്നുമല്ല സ്മെല്ല് വരുന്നത്. അതൊന്നും ഒരു പെർഫ്യൂം അടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പെർഫ്യൂം ഞങ്ങളുടെ വീട്ടിലില്ല. അപ്പോൾ ഞാൻ കാർമൽ മലയിൽ ഏലിയാവിരുന്നത് പോലെ എൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ എൻ്റെ തല വെച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലൊരു സോഴ്സിൽ നിന്നാണ് ഈ പെർഫ്യൂം വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ഗ്രേ കളറുള്ള ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു സ്ലീപ്പ് പാരാലിസിസ് പോലെ, എനിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന പോലെ എൻ്റെ കൈയും കാലും ഒക്കെ തളരുന്ന പോലെ തോന്നി. പക്ഷേ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ ഇത്രയ്ക്കധികം ചീത്ത പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്ത? അപ്പോൾ എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിവില്ല മാതാവേ എന്ന് പറഞ്ഞു. സാരമില്ല, നീ കൃപാസനത്തിലേക്ക് പോരെ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് മോളുടെ മുറിയിലേക്ക് പോയി ശല്യപ്പെടുത്തുക അങ്ങനെ ചെയ്യാറില്ല. അവരുടെ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ 5:30 ആയപ്പോൾ അവൾ ഡോറ് തുറന്നു. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷൻ കിട്ടി, നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം. കൃപാസനം എവിടെയാണെന്നോ കൃപാസനം എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അത് എവിടെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഓസ്ട്രേലിയയിൽ ഹോളിഡേ ആണ്, സെമസ്റ്റർ ബ്രേക്കാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇവിടെ വന്നു. ഞങ്ങൾ തിരിച്ച്
പോയി. മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു, നിങ്ങളുടെ കേസ് റിവ്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇമെയിൽ വന്നു, നിങ്ങൾ ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ക്യാമ്പസ് ഒത്തിരി ദൂരെയാണ്. അപ്പോൾ അത്രയും ദൂരം മോൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരാം. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, തോൽക്കുകയാണെങ്കിൽ പിന്നെ അമ്മ കണ്ണീര് കാണണ്ടേ, അപ്പോൾ ഞാൻ തന്നെ പോയിക്കോളാം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അവൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ഫോൺ വിളിച്ചിട്ട് ഫോണാണ് വന്നത്. പിന്നെ അവർ പറഞ്ഞു വേണ്ട, ഓൺലൈനാണ്, അവരുടെ ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ താഴെ നിൽക്കുകയാണ്. എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു അമ്മയ്ക്ക് അവരെ അറിയാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അതൊന്നും പേടിക്കേണ്ട, അത് കൃപാസന മാതാവ് നിൻ്റെ കൂടെയുണ്ട്, മാതാവ് നോക്കിക്കോളും. പിറ്റേ ദിവസം 2:30-ക്കായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ അവളെ കൂടെ ഇരുന്നില്ല. ഒരു പേരൻറ്റിന് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു, ഞാൻ ഇരുന്നില്ല. ഞാൻ താഴെ ഞങ്ങളുടെ പ്രയർ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 മിനിറ്റിൻ്റെ താഴെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ പേപ്പറാണെന്ന് അവർ കൺഫേം ചെയ്തിരുന്നു. കാരണം മുമ്പുള്ള റിസൾട്ടുകളൊക്കെ ഒത്തിരി നല്ല റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിൻ്റെ വർക്കാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത് നോക്കാനായിട്ട് പറ്റില്ല, കോഴ്സ് കോർഡിനേറ്റർ വേണം മാർക്ക് ചെയ്യാനായിട്ട്, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി അല്ല ഇത് നോക്കുന്നത് എന്ന് പറഞ്ഞു. സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ ഫെയിലാക്കണമെങ്കിൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അന്ന് ഒരു വ്യക്തി മാത്രമാണ് ഇൻ്റർവ്യൂ ചെയ്തത്, അത് മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റ് ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇട്ട ഡേറ്റ് തെറ്റിപ്പോയി, അത് സൺഡേ ആയിപ്പോയി. സാറ്റർഡേ സൺഡേ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റികളെല്ലാം മുടക്കാണ്. അപ്പോൾ ഒന്ന് എന്തായാലും റിസൾട്ട് വരില്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല മാതാവേ, ദ ഔട്ട്കം ഈസ് പോസിറ്റീവ്, ഞങ്ങളുടെ ആണ് എന്നുള്ളതിലൊരു വന്നു. അപ്പോൾ ഫെയിൽ ആവില്ല എന്നൊരു തോന്നൽ വന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വലിയ മിറക്കിളായിരുന്നു. സൺഡേ 2:30 7 out of 7 GPAയോടുകൂടി അവളുടെ റിസൾട്ട് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് ബാഗ് എറിഞ്ഞിട്ട്, അന്ന് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഓടി വന്ന് അവളുടെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു കൃപാസന മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്ന്. ഞങ്ങൾ കടന്നുപോയ ആ അവസ്ഥ ഒരു ആത്മഹത്യയുടെ വഴികളിലേക്കൂടെ ആയിരുന്നു. അവളെ നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ അത്രയധികം ഭയപ്പെട്ടു പോയിരുന്നു. അത് അവളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഒത്തിരി ഇടയായി മാറി. പിന്നെ കൃപാസനം ഞങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളൊരു സ്പിരിച്വൽ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കൃത്യമായിട്ട് ചില സമയങ്ങളിൽ സൺഡേ മാസ് പോലും ഞങ്ങളുടെ മിസ്സായി പോകുമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഉടമ്പടി ഒരു കാര്യങ്ങൾ പോലും തെറ്റിക്കാതെ കൃത്യമായിട്ട് അത് പാലിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതേപോലെ എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിൽ പോലും ഫെയിലാവുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കും. അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയാണിത്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി എന്ന് പറയാറുണ്ട്. ഞാനൊരു ഹോസ്പിറ്റലിൽ സീനിയർ മാനേജറായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. ഉടമ്പടി തൈലം ഞാൻ കൊടുത്തിട്ടുള്ള പേഷ്യൻറ്റിന്, പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള പേഷ്യൻറ്റിന് വണ്ടർഫുൾ റിക്കവറി ആവുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഇതിനകത്ത് എനിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് എഴുതാറില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയുടെ സാന്നിധ്യം മാത്രമായിരുന്നു. ഞാൻ വീണ്ടും ഞങ്ങൾ ജനുവരിയിൽ ഇവിടെ വന്നു. 3 ദിവസത്തേക്കാണ് മാത്രമാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് മാതാവിനെ കൈ ഉയർത്തി കാണിച്ചു, അമ്മേ ഞാൻ പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു ജാസ്മിൻ്റെ പെർഫ്യൂമിൽ കുളിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ മദറിലോ മരിക്കുന്നവരെ ഞങ്ങളോട് ചോദിക്കാറുള്ളായിരുന്നു നിങ്ങൾ ഇനി എന്നാണ് വരുന്നതെന്ന്. അമ്മ ഞങ്ങളോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു ആ സമയത്ത്, നീ ഇനി എന്ന് തിരിച്ചു വരുമെന്ന്. അതിൻ്റെ മറുപടിയാണ് ഈ അൾത്താരയിൽ ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഞങ്ങളുടെ 2ാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ അൾത്താരയ്ക്ക് സമീപം എത്തി. ഞങ്ങളുടെ 3ാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ അൾത്താരയിൽ നിൽക്കാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്നു. അതിന് ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പേപ്പർ കൊടുക്കാനൊന്നും ഞങ്ങൾക്കൊരു മടിയുണ്ടായിരുന്നില്ല. ഈ അനുഭവം വിവരിച്ചുകൊണ്ട് തന്നെയാണ് പേപ്പർ കൊടുത്തിരുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു പള്ളിയിലായിരുന്നില്ല പേപ്പർ കൊടുത്തിരുന്നത്. ബ്രിസ്ബൻ സിറ്റിയിലെ മെയിൻ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞങ്ങൾ പേപ്പർ കൊടുക്കുമായിരുന്നു. ഓസ്ട്രേലിയൻസ് വളരെ ശ്രദ്ധയോടുകൂടി പേപ്പർ വായിക്കുമായിരുന്നു. പേഷ്യൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നു ഈ പ്രയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, ഞാനത് ഫോളോ അപ്പും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഒരു 25,000 to
1000 ഞാൻ കൊടുക്കാറുള്ളൊരു മാസം. പക്ഷേ മാതാവ് പറഞ്ഞു കൃത്യമായിട്ടും അത് എഴുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല, നീ കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത ശേഷം എനിക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കുറച്ച് പൈസ മാത്രം കിടക്കുന്ന എൻ്റെ അക്കൗണ്ട് ഒരു നിറഞ്ഞു തുളുമ്പുന്ന ഒരവസ്ഥയിലേക്കാണ് മാതാവ് എന്നെ നയിച്ചത്. എൻ്റെ പ്രൊഫഷണൽ ലൈഫൊക്കെ വളരെ സമാധാനത്തിലാണ് പോകുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് കൂടുതൽ ഞാൻ മാതാവിനോട് ഒട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് വിട്ടു പോകണ്ട, അതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഐ ആം റെഡി എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ ജീവിതം ഒരുക്കാൻ എന്നെ കൃപാസനം സഹായിച്ചിട്ടുണ്ട്. അമ്മ ഒരിക്കലും എന്നോട് ചോദിച്ചു, നീ ഈ ഫെയ്ത്ത് എത്ര കാലം സൂക്ഷിക്കുന്നു? വെൻ മൈ ബ്രെത്ത് ബിക്കംസ് എയർ, എൻ്റെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എൻ്റെ പൾമണറി സിസ്റ്റം സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് അവസാനം പുറന്തള്ളുന്ന ആ നിമിഷം വരെ ഞാൻ എൻ്റെ കൃപാസനത്തോടും എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും ഇതേ സ്നേഹം പുലർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ബുക്ക് ദ ടിക്കറ്റ് അഗെയിൻ ഫോർ November 2025. ഇതിന് 4ാമത്തെ പ്രാവശ്യം വരുന്നത്. ഒന്നിനുമല്ല, എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി മാത്രം, ആ പ്രസൻസ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. അതിനെന്നെ സഹായിച്ച അമ്മയോടും ദേവകുമാരനോടും ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ മകളാണ് ആർദ്ര ജോഷി. Prior to Krubasanam, I was very stressed about my exams. Before my exam days, I would always struggle to sleep and I would be very nauseous and I wouldn't be able to eat anything. I prioritized academic validation over the validation of my faith. But after Krubasanam, I heard the quote, "Not by merit, but by grace." And that really stuck with me. And going forward with my exam results being released, using the holy oil and the salt, I was able to pray. And when I got my marks released, which was very impossible, it strengthened my faith even more and I was more eager to pray. I was very tired initially, but now I was more energized to wake up at 5:30 in the morning. I didn't even need an alarm. My body just naturally woke up and I was able to pray in the morning and it improved my grades immensely. ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. എൻ്റെ മോളാണ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ്. അവൾ യോഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ടോപ്പായിട്ടുള്ള വെലിഡിക്റ്റേറിയൻ അവാർഡ് മേടിക്കാൻ പരിശുദ്ധ കൃപാസനം മാതാവ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു വാക്ക് കൂടെ പറഞ്ഞുകൊണ്ട് മാതാവിനോടും തിരുകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു. 1 തെസ്സലോനിക്ക 5:10-11 തിരുവചനങ്ങൾ. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവൻ. ഷിജി ജോഷി എന്ന ഈ സഹോദരി തൻ്റെ മകളോട് ചേർന്ന് കുടുംബം കടന്നുപോയ വലിയൊരു പ്രതിസന്ധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം എങ്ങനെ ലഭിച്ചുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. സഹോദരി സാക്ഷ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, മകളുടെ ഒരു ഉന്നത പഠനത്തിൽ മകൾ സബ്മിറ്റ് ചെയ്ത ഒരു പേപ്പർ, അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ വിത്ഹെൽഡ് ചെയ്തു, തടഞ്ഞു വെച്ചു. കാരണം അവരത് നോക്കുമ്പോൾ ആകെ 3 മിനിറ്റ് മാത്രമാണ് ആ പേപ്പറിൽ ഒരാൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് അത് വിത്ഹെൽഡ് ചെയ്യുവാൻ കാരണമായത്. അപ്പോൾ ഇത് എവിടുന്നോ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു എന്ന ഒരു ഫ്രൊജറി എന്ന വിഷയത്തിലേക്ക് ഈ വിഷയം മാറുകയും അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായി ആ യൂണിവേഴ്സിറ്റിയിൽ പരിണമിക്കുകയും ചെയ്യുന്നു. മകളാകെ തകർന്നു പോയി. ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങി എല്ലാം മുൻപോട്ട് കൊണ്ടുപോയിരുന്ന മകളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ മറുപടി കിട്ടേണ്ടതാണ്, അതൊന്നും ലഭിച്ചുമില്ല. അങ്ങനെയാണ് പലയിടങ്ങളിൽ സഹോദരി ആശ്രയം തേടുന്നത്. സഹോദരി പറഞ്ഞു, 41 ദിവസം ഞാൻ ഉപവസിച്ചു, പ്രയോജനമൊന്നും ഉണ്ടായില്ല. അറിയാവുന്ന അച്ഛന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു, പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പെന്തക്കോസ്ത് പ്രാർത്ഥനാ സമൂഹത്തിൽ പോയി മാതാവിനെ ഒത്തിരി ദുഷിക്കുന്നത് കേൾക്കേണ്ടി വന്നു. മറ്റൊരു പ്രത്യേക സിദ്ധിയുണ്ടെന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ പോയി അദ്ദേഹം അതിലേറെ മനോവേദന കൈമാറി. അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി, ഒരാശ്രയമില്ലാതെ, പ്രത്യാശയ്ക്കൊരാശ്വാസമില്ലാതെ വിഷമിച്ച് സഹോദരി തന്നെ പറഞ്ഞു, അടുത്ത 2 ദിവസം അവധിയായതുകൊണ്ട് ഇനി ഉറങ്ങാം, വേറെ ഒന്നും എനിക്ക് ചെയ്യാനോ ഉണരാനോ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മകൾ ആ ഗുളിക കഴിച്ച് കിടക്കുന്ന ആ ഉറക്കത്തിലാണ് ശരിക്കും അമ്മ മാതാവിൻ്റെ ആദ്യത്തെ അനുഭവം ലഭിക്കുന്നത്. ആദ്യത്തേത് പ്രസൻസ് ആയിരുന്നു.
ശക്തമായ സുഗന്ധാഭിഷേകം, മുല്ലപ്പൂ ഗന്ധമേറ്റെന്ന് സഹോദരി പറയുന്നുണ്ട്. അത് അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലേ, ഈ ഭർത്താവ് ഇപ്പോഴെന്തിനായി പെർഫ്യൂം എടുത്ത് മുറിമൊത്തം അടിച്ചു വെച്ചത്, അങ്ങനെ ആണ് എഴുന്നേറ്റ് ഒന്ന് പാതിമയക്കത്ത് എഴുന്നേൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നില്ല എന്ന് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു. വീടിനകത്ത് അതൊരെണ്ണം വാങ്ങി വെച്ചിട്ടില്ല. പിന്നീടാണ് കുറേ നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ വലിയ ഗന്ധം തന്നെ മുഴുവനും, മുറി മുഴുവനും, തന്നെ മുഴുവനും ഇങ്ങനെ കുളിപ്പിച്ച് നിർത്തുമ്പോഴാണ് ഒരു ചെറിയ സോഴ്സിൽ നിന്ന് വരുന്നതായി മനസ്സിലാക്കുന്നത്. അതൊരു പ്രകാശമായിരുന്നു. അവിടെ ഒരു നിഴൽ പോലെ ഒരു രൂപം കാണുന്നുമുണ്ട്. ആ നിഴൽ പോലെ കണ്ട രൂപത്തിൽ നിന്നാണ് ചോദ്യം വന്നത്, എന്നെ ദുഷിപ്പിച്ചിട്ട് നീ എന്താ മറുപടി കൊടുക്കാതിരുന്നേ? അതായിരുന്നു ചോദ്യം. എന്നെ ഇത്ര കണ്ട് മറ്റുള്ളവർ ദുഷിച്ചിട്ട് നീ എന്താ ഒന്നും തിരിച്ചു പറയാതിരുന്നേ? സഹോദരി പറയുന്നുണ്ട്, ഞാൻ അതിന് കൊടുത്ത മറുപടി എനിക്ക് തിരിച്ചു പറയാനൊന്നും അറിയില്ല. അങ്ങനെയാണ് കൃപാസനത്തിലോട്ട് വാ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന ആ ഒരു ദർശനത്തിൽ അങ്ങനെയാണ് മകൾക്ക് ഈ ഒരു കൃപാസനത്തിലുള്ള ബന്ധം വരുന്നത്. സഹോദരി പറയുന്നുണ്ട്, അടുത്ത ദിനം പുലരുവാൻ വേണ്ടി കാത്തിരുന്നു. മകളോട് പറഞ്ഞു, വീട്ടിലെല്ലാം അറിയിച്ചു. 4 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ കൃപാസനത്തിലെത്തി. 4-ാം ദിവസം ഞങ്ങൾ കൃപാസനത്തിലെത്തി, ഉടമ്പടി എടുത്തു. അമ്മയുടെ അരികിൽ കണ്ണീരോടെ ജീവിതം, അതിൻ്റെ സംഘർഷങ്ങൾ, മകളുടെ അവസ്ഥകൾ, മകൾ കടന്നു പോകുന്ന മാനസികമായ എല്ലാ പ്രയാസങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയി. തിരികെ ചെല്ലുമ്പോൾ മുതൽ അമ്മയുടെ വലിയ സംരക്ഷണമാണ് കുടുംബം അനുഭവിച്ചത്. പറയുന്നുണ്ട്, മകളും എന്നോടൊപ്പം തന്നെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു തുടങ്ങി. മകളും എന്നോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് ഉള്ളിൽ ആഹരിച്ചു തുടങ്ങി. മകളും എന്നോടൊപ്പം തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് രാവിലെ 5:30 അലാം ഒന്നും വയ്ക്കാതെ എഴുന്നേറ്റ് കൂടിക്കൊണ്ടിരുന്നു. ഞങ്ങളങ്ങനെ ധ്യാനങ്ങൾ കേട്ടു, സാക്ഷ്യങ്ങൾ കേട്ടു, ഉടമ്പടി ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ പങ്കുചേർന്നു. സഹോദരി പറഞ്ഞു, ഞാൻ കാരുണ്യ പ്രവൃത്തി നന്നായി ചെയ്തു. എൻ്റെ കയ്യിൽ എത്ര കുറഞ്ഞു പോകുമെന്ന് നോക്കിയിട്ടല്ല, എത്രത്തോളം എനിക്ക് ചെയ്യാനാകുമെന്ന് കരുതി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് എനിക്കറിയാം ചെയ്തതിലേറെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന്. രണ്ടാമത്തത്, ഞാൻ കൃപാസനം പത്രം എല്ലാവർക്കും സന്തോഷത്തോടെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു, എൻ്റെ കുടുംബത്തിൽ കിട്ടുന്ന സമാധാനത്തെയും സംരക്ഷണത്തെയും സമർപ്പിച്ചുകൊണ്ട്. പിന്നീട് സഹോദരി സൂചിപ്പിച്ചു, പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങളാകുവാനുള്ള നടപടിയായി. ആദ്യം പറഞ്ഞത് 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലണമെന്നാണ്. പിന്നീട് പറഞ്ഞത് ഓൺലൈനായി 2-3 പേര് കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്. പിന്നീടൊരു വ്യക്തി മാത്രമായി അത് ചുരുങ്ങി. അപ്പോഴും അമ്മ മോളോട് പറഞ്ഞു, നീ ആരെയും പേടിക്കണ്ട, നീ ഒന്നിനെയും പ്രയാസപ്പെടേണ്ട, ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൃപാസന മാതാവാണ് നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നീട് സഹോദരി പറഞ്ഞു, അടുത്ത നിമിഷങ്ങളിലുണ്ടായ ആ ഇൻ്റർവ്യൂവിൽ മകളുടേതാണ് ആ തീസിസ് എന്നും അത് മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയും മകൾക്ക് നന്നായി അറിയാവുന്നതാണെന്നും അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് വന്നുപോയ പ്രശ്നമാണെന്നും അവർ തിരിച്ചറിയുകയും 7 out of 7 ഫുൾ മാർക്ക് കൊടുത്ത് ആ തീസിസ് അക്സെപ്റ്റ് ചെയ്തു. കോഴ്സ് തീരുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മകൾക്ക് ഉന്നതമായ വിജയം നൽകി അമ്മ മാതാവ് സഹായിച്ചു. അമ്മ പറഞ്ഞ ചില വാക്കുകളുണ്ട്, എൻ്റെ മകളെ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞാൻ തിരികെ പിടിച്ചെടുത്തത്, അതെൻ്റെ കൃപാസന മാതാവ് വഴിയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് മുഴുവനും എൻ്റെ അമ്മ മാതാവ് വഴിയാണ് എനിക്ക് തിരികെ കിട്ടിയത്. ഞാൻ ആദ്യം ആൾക്കൂട്ടത്തിൽ നിന്നു, പിന്നീട് ഏറ്റവും മുമ്പിൽ വന്നു. ഇന്ന് അമ്മയുടെ അരികിൽ ഈ എൽത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എൻ്റെ അമ്മ മാതാവ് കൈപിടിച്ചു നടത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും കാണുന്ന ജീവിത രീതിയാണ്. അമ്മ മാതാവ് വ്യക്തിപരമായി കാണുന്നു, അവസ്ഥകളെ കാണുന്നു. എത്ര തകർന്ന് തരിപ്പണമായെങ്കിലും പുതിയ പ്രത്യാശ നൽകി ജീവിതം അവസാനിക്കുന്നില്ല, അനുഗ്രഹങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂവെന്ന് ഉടമ്പടിയിൽ നമുക്ക് ഉറപ്പിച്ചു നൽകും. അതുകൊണ്ട് മറ്റാരിലും ആശ്രയിക്കേണ്ട, ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അമ്മ മാതാവിൽ ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുക, ഉടമ്പടി വിനയത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുക. അനുഗ്രഹം കൂടെ വരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സന്തോഷത്തോടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആവേ മരിയ,
പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സസ്ന മോബിൻ. ഇതെൻ്റെ മകൻ മോസസ് ഇമാനുവൽ മോബിൻ. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ഞങ്ങൾ പൂനെയിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ എറണാകുളം ജില്ല കോട്ടപ്പുറം രൂപത സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ എൻ്റെ ഭാഗാംഗങ്ങളാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2021 ഒക്ടോബർ 14 ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വഴികാട്ടിയായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് പോന്നു. 2022 ഞാൻ പ്രഗ്നൻ്റായ ആ ഓരോ 3 മാസ കാലയളവിലും എനിക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു. ആദ്യത്തെ 2ാമത്തെ മാസം തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജിൽ തന്നെ ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് എപ്പോഴും ഉദരത്തിൽ കുരിശു വരയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതെനിക്ക് മാതാവ് തന്നതാണെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കും. മാതാവിന് തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാതാവിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യ സ്കാനിങ്ങിന് പോയി. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ബെഡ് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പിന്നീടുള്ള 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് ഡയബറ്റിക് ഡിറ്റക്ട് ചെയ്തു. ഡയബറ്റിക് ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഡയബറ്റിക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കതിൻ്റെ കോംപ്ലിക്കേഷൻ എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതും അങ്ങനെ കൺട്രോളായി പോയി. പക്ഷേ 7ാമത്തെ സ്കാനിങ്ങിൽ ഞാൻ നാട്ടിൽ വന്ന് ചെയ്തപ്പോൾ എനിക്ക് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന ഡയഗ്നോസിസ് ഡിറ്റക്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് സെർവിക്സ് ആയിരുന്നു. നോർമൽ ഒരാളിൽ സെർവിക്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെയാണ്. പക്ഷേ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 മില്ലിമീറ്റർ ആയിരുന്നു 7ാമത്തെ മാസം. ഞാൻ ഒത്തിരിയേറെ വേദന അനുഭവിച്ചു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഉടമ്പടിയിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ. എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിലും ഞാൻ എന്നും ദിവസേന പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ സങ്കടപ്പെട്ടു. എനിക്ക് പിന്നീട് പള്ളിയിൽ പോവാതെയായി. ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, പറ്റുന്നതും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഡെലിവറി കഴിയുന്നത് വരേക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൊള്ളാം, എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല, എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. പ്രഷർ ഒത്തിരി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിലിൻ്റെ കാല് രണ്ട് ഇഷ്ടിക വെച്ച് പൊക്കിയിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ തല ഒത്തിരി താഴെയായിരുന്നു. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ പഴയ ടോക്ക് ഞാൻ കേൾക്കാനിടയായി. അച്ഛൻ്റെ കൊറോണ ടൈമിൽ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു ഐസൊലേഷൻ്റെ ഈ ഒരു സ്റ്റേജിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. പിന്നീട് അച്ഛൻ പറഞ്ഞു, ആ സമയം അച്ഛൻ ചെലവഴിച്ചത്, അച്ഛൻ ഒത്തിരിയേറെ ബൈബിൾ വായിക്കാനുള്ള സമയം കിട്ടി, ഒത്തിരി ജപമാലകൾ ചൊല്ലാനും കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒത്തിരി നല്ല അവസരങ്ങൾ ആ കൊറോണ ടൈമിൽ അച്ഛനുണ്ടായി എന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു, ചിലപ്പോൾ ഈ ബെഡ് റെസ്റ്റിൻ്റെ ഈ ടൈം എനിക്ക് ഒരുപക്ഷെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരിക്കും, കുമ്പസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ മാതാവുമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പോന്നു. ഞാൻ ബൈബിൾ വായിക്കുകയും എൻ്റെ ഫോണിൽ ഞാൻ ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് ബൈബിൾ വായിക്കാനും ജപമാലകൾ പറ്റും പോലെ എന്നെക്കൊണ്ട് ഒത്തിരിയേറെ ഞാൻ ചൊല്ലി, എത്ര എണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒത്തിരി ഞാൻ ചൊല്ലി ജപമാലകൾ. അങ്ങനെ എൻ്റെ ആ സമയങ്ങൾ കടന്നു പോന്നു. അതിനിടയിൽ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞ് എനിക്ക് ദിവ്യകാരണം സ്വീകരിക്കാനും കുമ്പസാരിക്കാനുള്ള അവസരം ആ ബെഡ് റെസ്റ്റിൽ പോലും എനിക്ക് സാധിച്ചു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എപ്പിഡൂറിൽ ഇടരുത് എന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. എപ്പിഡൂറിൽ ഇടാനുള്ള കൺസെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തു. ആ സമയം ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി. തിയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യുന്ന തൊട്ട് മുൻപ് പോയ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയുടെ ഉള്ളൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഉള്ളു പരിശോധിച്ചപ്പോൾ ഞാൻ ഫുൾ സെൻറ്റിമീറ്ററായിട്ട് കിടക്കുകയാണ്. ഡെലിവറി ആകാനുള്ള ആ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, തിയേറ്ററിലോട്ടുള്ള എല്ലാ പ്രൊസീജിയറും ക്യാൻസൽ ചെയ്തു, ലേബർ കോട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലേബർ കോട്ട് അറേഞ്ച് ചെയ്തു. ഞാൻ മാതാവിൻ്റെ മംഗളവാർത്താ ദിവസം എൻ്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുണ്ടായി ഒരു 1.5 വയസ്സായപ്പോൾ സാധാരണഗതിയിൽ അവന് സീസണായിട്ടാണ് അവന് അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാസങ്ങൾ എന്നുള്ളത് പിന്നെ ആഴ്ചകളിലായി. ഓരോ ആഴ്ചയും 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യണം. ഫാമിലി ഹിസ്റ്ററിയിൽ ചൈൽഡ്ഹുഡ് ആസ്മ എൻ്റെ സഹോദരനുണ്ടായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇവൻ ഇൻഹേലർ എടുക്കേണ്ടി വരും, ചൈൽഡ്ഹുഡ് ആസ്മയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഡോക്ടറിനോട് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾ ഇൻഹേലർ വാങ്ങിച്ചു കൊള്ളാം, പക്ഷേ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് മാതാവിന് ലൈറ്റിൽ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. കുഞ്ഞിന് വിശുദ്ധ വസ്തുക്കളായ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി അടുത്ത ഒരു വിസിറ്റ് വരികയാണെങ്കിൽ മാതാവേ, എൻ്റെ കുഞ്ഞിന് ഇൻഹേലർ എടുക്കാനായിട്ട് കംപ്ലീറ്റ് സ്റ്റിറോയിഡ് ഒന്നും എടുക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ചൈൽഡ്ഹുഡ് കൊണ്ടുപോകാനായിട്ട് മാതാവെ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും. അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് വിസിറ്റിൽ ഡോക്ടറിൻ്റെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ ഇപ്പോൾ എടുക്കണ്ട, നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാം, ഇപ്പോൾ കുഞ്ഞിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ കൊച്ചിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ കുഞ്ഞിന് ഡെലിവറിയായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ബോഡിയിൽ ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. എന്തെങ്കിലും കുത്തിയതായിരിക്കുമെന്ന് കാര്യമാക്കിയില്ല. ചൊറിച്ചിൽ കൂടി വന്നപ്പോൾ ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഹെഡ് ടു ഫുട്ട് കംപ്ലീറ്റ് വ്രണം പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി. എന്താ സംഭവിച്ചത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. കുഞ്ഞ് ഒത്തിരി ഭയങ്കര കരച്ചിലായിരുന്നു. ആ ടൈമിൽ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ തേൻ തീർന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ ഉപ്പും തേനും മാത്രമായിരുന്നു. അത് ഞാൻ ഉപ്പിട്ട് ഞാൻ കുളിക്കുകയും തേൻ ഞാൻ കുടിക്കുകയും ചെയ്തു. മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി, മാതാവേ ഇത് എത്രയും പെട്ടെന്നൊന്ന് സുഖപ്പെടുത്തി തരണേ, എന്താണ് ഇതിൻ്റെ കോസ് എന്ന് എനിക്കറിയാൻ പാടില്ല, ഡോക്ടറെ കാണിക്കാനൊന്നും ഞങ്ങൾക്ക് ഇടവരുത്തരുത്, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവരുത് മാതാവേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറി. പിന്നെ എൻ്റെ മുഖത്ത് തടിച്ചിരുന്ന ആ ബോഡി സകലമുള്ള ആ തടിപ്പുകളെല്ലാനും പെട്ടെന്ന് തന്നെ മാറി. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ പൂനെയിലായിരുന്നപ്പോൾ കഴിഞ്ഞ 2024 മെയ് 18 നാട്ടിലോട്ട് വരികയായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിനായിരുന്നു വന്നത്. ബാംഗ്ലൂർ കണക്റ്റഡ് ആയിരുന്നു ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും ഒരു ജെർക്കിംഗ് പോലെ കണ്ടു. എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നീട് കണ്ടത് ഫ്ലൈറ്റിൻ്റെ റൈറ്റ് എൻജിന് തീ പിടിക്കുന്നതായിട്ടാണ് കണ്ടത്. തീ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്ന് വിൻഡോയിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ കൂടി പേടിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്, കാരണം എമർജൻസി ലാൻഡിങ് വേണമെന്ന് ഫ്ലൈറ്റിൻ്റെ ജീവനക്കാരെല്ലാവരും പറയുന്നു. എമർജൻസി ലാൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഫ്ലൈറ്റ് പൊന്തി 10 മിനിറ്റേ ആയേ ഉള്ളൂ, കറങ്ങി തിരിച്ച് വരണം, അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ. ആ ഫ്ലൈറ്റിനുള്ളിൽ ഏകദേശം ഒരു 150ഓളം യാത്രക്കാരുണ്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മാതാപിതാക്കൾ വരെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. എല്ലാവരും നിലവിളിക്കുന്ന ശബ്ദമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കേൾക്കാനിടയായത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഫുൾ ടാങ്ക് ഫ്യൂവലാണ്, സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്, എന്തും സംഭവിക്കാം, പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്നേരം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൈ ഉയർത്തിപ്പിടിച്ചിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ഒരാപത്തും കൂടാതെ ഞങ്ങളെ താഴെ ഇറക്കണേ എന്ന് എല്ലാ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ എമർജൻസി സ്ലൈഡ് ഓപ്പണായി ഞങ്ങളെ താഴെ എത്തിച്ചു. എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തു. ആർക്കും ഒരു ഇഞ്ചുറി പോലും, മേജറായിട്ടുള്ളൊരു ഇഞ്ചുറി പോലും അന്നേരത്ത് ഉണ്ടായിരുന്നില്ല. ആ സ്ലൈഡിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇവിടെയായിട്ടുള്ള ചെറിയ വൂണ്ടുകൾ മാത്രമല്ലാണ്ട് മേജറായിട്ടുള്ള ഒരു ഇഞ്ചുറിയും ആ സമയത്ത് ആർക്കും തന്നെ ഉണ്ടായില്ല. അതെല്ലാം കഴിഞ്ഞു. ഫയർഫോഴ്സ് എല്ലാം വന്നു, തീയെല്ലാം അണച്ചു. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം വേണം, നമ്മളുടെ ലഗേജുകളെല്ലാം കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ SSLC മുതലുള്ള എല്ലാ ഡോക്യുമെൻറ്റും, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അടക്കം എല്ലാനും ആ ലഗേജിൻ്റെ ഉള്ളിലാണ്. എനിക്കത് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഴപ്പവും കൂടാതെ എല്ലാവരുടെയും ബാഗ് തിരിച്ച് കൈകളിൽ എത്തിച്ചു. ഇതായിരുന്നു എൻ്റെ നാലാമത്തെ സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്നും പത്രം മേടിച്ചു കൊണ്ട് പോകാറുണ്ടായിരുന്നു. ഹിന്ദി പത്രവും മലയാള പത്രവും ഞാൻ മേടിക്കും. അത് നാട്ടിലാണെങ്കിൽ മലയാള പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും പിന്നെ ബസ് സ്റ്റാൻഡുകൾ പിന്നെ മറ്റുള്ള വീടുകളിലൊക്കെ ഞാൻ പോയി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത്. കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തർക്കും കൊടുക്കാറ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തൈലം കൊണ്ടുപോയി അവശത നിലയിൽ കിടക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിനെ അറിയാത്തവരെ മാതാവിലെ കൂടുതൽ പരിചയപ്പെടുത്തുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ
ചൊവ്വാഴ്ചയിലെ ധ്യാനമായാലും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഇതെല്ലാനും ഒക്കെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ പോയി രോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കുന്നു. പിന്നെ ആഴ്ചവട്ടത്തിൽ ഞാൻ ഓരോ ദിവസവുമായിട്ട് ഞാൻ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മക്കളെപ്പോലും ഞാൻ വെറും കോയോടെ വിടാറില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഇതുവരെയും സഹായിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ 2:18 നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. സസ്ന മോബിൻ എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിനോടും മാതാപിതാക്കളോടുമൊപ്പം ഉടമ്പടി ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിതം കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തെയും കൃപയ്ക്കുള്ള അവസരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ? അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അച്ഛൻ ഡെയിലി ബ്രെഡിൽ നമ്മളോട് പറഞ്ഞില്ലേ, നമുക്കെപ്പോഴും ചെയ്യാനാവുന്ന ഏറ്റവും സുന്ദരമായൊരു കാര്യം അത് ദൈവത്തോടെപ്പോഴും ആമേൻ പറച്ചിലാണ്. ആമേൻ പറയുക. അത് ഇപ്പോൾ എനിക്ക് സങ്കടമാണ്, ദൈവമേ നീ അറിയുന്നു, ആമേൻ ഞാനത് സ്വീകരിക്കുന്നു. ഇപ്പോഴെനിക്ക് രോഗമാണ്, ഞാനത് സ്വീകരിക്കുന്നു, ആമേൻ. നിൻ്റെ ഹിതം ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഞാൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആദരിച്ച് ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആമേൻ പറയുക. അച്ഛനത് സുന്ദരമായിട്ട് നമുക്ക് ഡെയിലി ബ്രെഡിൽ പങ്കുവെച്ച് വന്ന ഒരു വചന വെളിച്ചമാണത്. അത് മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞതാണ്. ആമേൻ. ഈശോ കുരിശിൽ ഗത്സമനിൽ കിടന്നുകൊണ്ട് അവൻ്റെ ആ പാനപാത്രം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുകയും അത് അടുത്ത പകുതിയിൽ നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന ദൈവകരങ്ങളിൽ ആ സഹനത്തെ മുഴുവനും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരാണ് ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉത്തരമില്ലാത്ത പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആമേൻ പറയുവാൻ ശക്തരാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കത് വളരെ സന്തോഷത്തോടു കൂടി അനുഭവിക്കുവാൻ സാധിക്കും. മകൾ പറയുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കിയിട്ടാണ് ഡോക്ടർ വന്ന് പറയുക ഒന്നുകൂടി ഉള്ളു പരിശോധിക്കണമെന്ന്. അതുകൊണ്ട് തിയേറ്ററിലേക്കല്ല ലേബറിലേക്കാണ് മകളെ മാറ്റുന്നത്. അതാണ് അവസ്ഥ. മകളുടെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഏതായിരുന്നു? ഒരു നോർമൽ ഡെലിവറി വേണമെന്നത്. എന്നാൽ അത് അവസാന നിമിഷങ്ങളൊക്കെ ആകുമ്പോൾ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും തീരുമാനിക്കുന്നു, ഉറപ്പിക്കുന്നു. മകളെ അതിനുവേണ്ടി തയ്യാറാക്കുമ്പോഴാണ് അത്ഭുതകരമായിട്ട് നോർമൽ ഡെലിവറിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുക. നമുക്ക് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് ജീവിതത്തിൻ്റെ ക്ലേശകാലത്ത് നിലനിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാൻ എപ്പോഴും അവസരം നൽകിക്കൊണ്ടിരിക്കും. അതിൻ്റെ സന്തോഷകരമായ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ദൈവത്തിൻ്റെ ദൈവികമായ ദൈവം ജീവിതത്തിൽ നൽകുന്ന അനുഭവങ്ങളോട് ആമേൻ പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ ഓരോ നിമിഷവും നമുക്ക് ശ്രദ്ധിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കും. പേര് ജയ്മോ എന്നാണ്. ആദ്യമായിട്ട് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 മെയ് മാസം 11-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു. ആ അസുഖത്തിൻ്റെ പേരിൽ ഞാൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഇദ്ദേഹം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റേജിൽ ഇദ്ദേഹത്തിന് വേദന എന്താണെന്നോ അല്ലെങ്കിൽ തൊട്ടതാരാണെന്നോ പോലും അറിയാത്ത കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഞാൻ കാണുമ്പോൾ ഞാൻ ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ നോർമലാക്കി ഞാൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു. ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഇദ്ദേഹത്തെ നെറ്റിയിൽ കുരിശു വരച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും അതിൽ കൂടിപ്പോയി 5 വെള്ളിയാഴ്ചകളിൽ ഞാൻ ഇദ്ദേഹത്തെ നെറ്റിയിൽ ഞാൻ കുരിശു വരച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6ാമത്തെ ആഴ്ചയിൽ ഞാൻ ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നഴ്സുമാർ ഇദ്ദേഹത്തെ ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോഴേക്കും
സിസ്റ്റർമാർ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇതാരാണ് വന്നേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ആക്ഷനിലൂടെ പിതാവിനും പുത്രനും പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നുവെച്ചാൽ അതുവരെ കോമ സ്റ്റേജിൽ കിടന്ന ആൾ എന്നെ മനസ്സിലാക്കിയത് 6-ാമത്തെ ആഴ്ചയിൽ ഈ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം പുരട്ടി 6-ാമത്തെ ആഴ്ചയിൽ എന്നെ മനസ്സിലാക്കി. അന്ന് തുടങ്ങി വേദന എന്താണെന്നും അന്ന് തുടങ്ങി ആരൊക്കെയാണെന്നും അന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കാനും എല്ലാം നോർമലായി തുടങ്ങി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് പോയി. ഞാൻ പിന്നെ വീട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടറൊക്കെ ഉപേക്ഷിച്ചെന്ന രീതിയിലായിരുന്നു നിന്നേച്ചത് ഇദ്ദേഹത്തെ. എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാറ്റാമെന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ നിന്നേച്ചത്. ഞാൻ ആ സമയത്താണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചത്, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും തോന്നിപ്പിച്ചതും. അതേ പിന്നെ ഞാൻ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ, എൻ്റെ വലത്തെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഇടം കൈ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കും. ഇദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിലാക്കി നിർത്താൻ കാരണം മാതാവാണ്. എന്നുവെച്ചാൽ അത്രയും വലിയ അനുഗ്രഹമാണ് ഈ മാതാവ് ഇദ്ദേഹത്തെ കൊടുത്തത്. എന്നുവെച്ചാൽ കോമ സ്റ്റേജിലെ ഒരു വ്യക്തിയെ പോലും അറിയാതെ എല്ലാം സ്വന്തം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പിടിച്ച് നടക്കാമെന്നുള്ള ഈ സ്റ്റേജ് വരെ എത്തിച്ചത് മാതാവാണ്. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. ഇദ്ദേഹത്തെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതെ. ഇപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ ദുശീലങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. മദ്യപാനം, ആൻസ് കാര്യങ്ങളെല്ലാം ദുശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ദുശീലമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വൈൻ പോലും ഒന്നും എനിക്ക് എൻ്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി തന്ന കൃപാസന മാതാവാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറ് വാങ്ങിക്കാൻ വളരെ ഏറെ ആഗ്രഹമുണ്ടായി, കാറ് മേടിക്കണമെന്ന്. ലൈസൻസ് എടുത്തിട്ട് കാറ് മേടിക്കാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും കൂടി ഓൺലൈനിൽ കാറ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തു. അനിയൻ ഒരു കാറ് കണ്ടു, അതേപോലെ തന്നെ എൻ്റെ വൈഫും ഒരു കാറ് കണ്ടു. 2 പേര് കണ്ടതും ഒരേ കാറ് തന്നെ. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു കാറാണ്. അത് ഇയോൺ. അത് ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയിൽ പോയി ആ കാറ് സെലക്ട് ചെയ്ത് കണ്ട് മാതാവിനിക്ക് ആ കാറ് തന്നു. ഇപ്പോൾ ആ കാറിനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ആ അനുഗ്രഹവും എനിക്ക് മാതാവ് തന്നതാണ്. അതിനും മാതാവിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ ഒരു 5 പേർക്കെങ്കിലും ഭക്ഷണം ഞാൻ കൊടുക്കാതെ ഞാൻ എൻ്റെ ഭക്ഷണം, പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ഞായറാഴ്ചകളിൽ. ഞാൻ അങ്ങനെയാണ് കാര്യം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്നോട് എന്ത് സഹായം, ഞാൻ ബൈക്കോ കാറോ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആരാണ് കൈ നീട്ടുന്നത്, ഒരു ലിഫ്റ്റിനായിട്ട് ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ കയറ്റി, അദ്ദേഹത്തെ എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും. അത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ എന്നുള്ള ആ വിചാരത്തിൽ തന്നെ ഞാൻ ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വചനങ്ങൾ എഴുതി, ഇവിടുന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളിലും ഞാൻ അത് എൻ്റെ ബുക്കിൽ എഴുതിയെടുത്തിട്ട് ആ വചനങ്ങൾ ഞാൻ പത്രത്തിൽ എഴുതി അത് കൈകളിൽ, അർഹതപ്പെട്ട കൈകളിൽ ഞാൻ ആ പത്രം എത്തിക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ പള്ളികളിൽ, ഞാൻ ഓരോ പള്ളികളും സന്ദർശിക്കുമ്പോൾ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന കൃപാസന പത്രങ്ങൾ അത് ഞാൻ എടുത്തുകൊണ്ട് പോയി അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും ഹോസ്പിറ്റലുകളിലും അർഹതപ്പെട്ടവരുടെ അടുത്ത് ആരും മുമ്പിൽ, ചിലവരൊക്കെ വേണ്ടാന്ന് പറയും, ചിലവരൊക്കെ ദേഷ്യഭാവത്തോടെ നോക്കാറുണ്ട്. അതവരോടൊക്കെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഓക്കെ ചേട്ടാ കുഴപ്പമില്ല, ഓക്കെ ചേച്ചി കുഴപ്പമില്ല, അടുത്ത ആൾ കൊടുക്കും. സന്തോഷത്തോടെ ആര് സ്വീകരിക്കുന്നു അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഞായറാഴ്ച പള്ളി, ആകെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പോകും. എല്ലാ ദിവസവും രാവിലെ 6:00 കുർബാന എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടാണ്, കുർബാന കൂടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അത് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല ഇതുവരെ. പിന്നെ
ഞാൻ കുടുംബ യൂണിറ്റിനൊന്നും പോകാത്ത ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. കുടുംബ യൂണിറ്റിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ കുടുംബ യൂണിറ്റിന് പോകുമ്പോൾ ഞാൻ അവരെ വണ്ടിക്ക് കൊണ്ടുപോയി കുടുംബ യൂണിറ്റിൽ കൊണ്ടുപോയി എത്തിക്കും. എന്നിട്ട് ഞാൻ തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എന്നെ കുടുംബ യൂണിറ്റിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുടുംബ യൂണിറ്റിൻ്റെ പേര് വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റ് എന്നാണ്. ഇപ്പോൾ മാതാവ് എന്നെ ഉയർത്തിയിരിക്കുന്നത് ആ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ മാതാവ് ഉയർത്തി. അത് എത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ മാതാവിനോട് ഈശോയോടും നന്ദി പറയുന്നു. ഇതാണ്, ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ 40, 29, 30. തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ജയമോനിലൂടെ നമ്മുടെ അൾത്താരയിൽ പരിശുദ്ധ അമ്മ വഴി കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈക്കിലൂടെ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഇത്രയും വരെ എത്തിച്ചത് ഉടമ്പടിയിലൂടെയാണെന്ന്. ഒത്തിരിയേറെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ എല്ലാം അടിമയായിരുന്നെന്നു ജയമോൻ. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായത്. അപ്പോൾ അവിടെ അമ്മയുടെ സാന്നിധ്യത്താൽ ഒരു രോഗിയെ കാണിച്ചു കൊടുത്തു. എളിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 40:25 പറയുന്നുണ്ട്. ഈ വചനഭാഗം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ അസുഖത്തേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് ആ സഹോദരനെ നോക്കിയത്. എൻ്റെ അസുഖമൊന്നുമല്ല, എൻ്റെ കൂടെ കിടക്കുന്ന ആ സഹോദരനെ ഉയർത്തണം, അതായിരുന്നു ജയമോൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതമ്മ സാധിച്ചു കൊടുത്തു. ഉടമ്പടി തൈലത്തിലൂടെ കോമാ സ്റ്റേജിലായി. ഡോക്ടർമാർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് കരുതി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മിണ്ടുന്നു പോലും ഇല്ലാത്ത ഒരു രോഗിയുടെ അടുത്ത് അദ്ദേഹം ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയാണ്. യൂട്യൂബിൽ ആരാധന കേൾപ്പിക്കുകയും ഡെയിലി ബ്രെഡ് കേൾപ്പിക്കുകയും ഒക്കെ എല്ലാം ചെയ്യണം. ഒന്നും കേൾക്കുന്നുമില്ല, ഒന്നും മനസ്സിലാകുന്നുമില്ല. എന്നാലും ജയമോൻ ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്തു കൊടുത്തു. ഇതെല്ലാം മനസ്സിൽ അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അങ്ങനെ പരിശുദ്ധമ്മ ഇയാളെ ഉയർത്തിയെടുത്തു. എത്ര തളർന്നാലും തളർന്നവനെ ഉയർത്തുന്നതാണ് പരിശുദ്ധമ്മ. അതാരിലൂടെ? ജയമോനിലൂടെ. മോശമായി നടന്ന ജയമോനെ വിളിച്ചെടുത്തു ഈ മകനിലൂടെ ഉയർത്തുകയാണ്. അതാണ് പരിശുദ്ധമ്മ. അങ്ങനെ അയാൾ 5 ആഴ്ച ഉടമ്പടി തൈലം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും നാവിലുമൊക്കെ കുരിശ് വരച്ചു കൊടുത്തു. അതിനുശേഷം നേഴ്സന്മാർ ചോദിച്ചു ഇയാൾ ആരാണെന്ന്. അങ്ങനെ അല്പം കണ്ണ് തുറന്ന് ആദ്യമായിട്ട് അദ്ദേഹം കാണിക്കുന്നത് കുരിശ് വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞുകൊണ്ടാണ്. ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ പ്രാർത്ഥനയിലാണ് അമ്മ പറഞ്ഞതുപോലെ നമ്മൾ പറയേണ്ടത് ആമേനാണെന്ന്. ഈ ആമേനാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിന് ആദ്യം കൊടുത്തത്. ആ സ്തുതിയിലൂടെ ദൈവം അദ്ദേഹത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. നടന്നു വരാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഒരു തീരുമാനം പരിശുദ്ധ അമ്മ വഴി ജയമോൻ എടുത്തിരുന്നു. അമ്മയോട് പറഞ്ഞു, എന്ന് നടന്നു വരാൻ പറ്റുന്നോ അന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ജയമോനിലൂടെ ഇവിടെ ഉടമ്പടി എടുക്കുന്നവരെ മറ്റുള്ളവരിൽ കൂടെയാണ് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ 2004 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടത്. അച്ഛനിലൂടെ നമ്മളെ ഇത്രയെല്ലാം വളർത്തിയെങ്കിൽ ഇപ്പോൾ ഈ രോഗിയായ മോനെ ജയമോനിലൂടെ നമ്മളെ മുൻപിലെത്തിച്ചത് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത വഴിയാണ് ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ദൈവം ഇടപെടും. അവരിലൂടെ
നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരിലൂടെയാണ് ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒന്നുമല്ല, മറ്റുള്ളവർക്കാണ് ഇത്രയും വേദനയുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ജയമോൻ മാറിയത്. ഒരു ഗ്രേ കളറിലുള്ള കാർ വേണമെന്ന് ലൈസൻസ് കിട്ടിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അനിയനും ഭാര്യയും ആ കാറ് തന്നെ കണ്ടു, യൂട്യൂബിൽ കണ്ടു, അവർ പറഞ്ഞ് ആഗ്രഹിച്ചു, അതിനുടനെ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ഒരു കാറ് കിട്ടി. ആ കാറിലാണ് ഈ മോനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നെന്ന് എന്നോട് പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ. എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴി. അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നൊരു മനസ്സ് വന്നപ്പോൾ അദ്ദേഹത്തിനുള്ള കാര്യങ്ങളൊന്നും കുറവായിട്ട് തോന്നിയില്ല. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അങ്ങനെ നിങ്ങളും ഉടമ്പടി എടുത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം കൂട്ടിയെന്നാണ് പറയുന്നത്, കുമ്പസാരം കൂട്ടിയെന്നാണ് പറയുന്നത്. 2 ആഴ്ചയല്ല, ഒന്നെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കുമെന്ന്. അങ്ങനെ കുമ്പസാരത്തിലൂടെ ദൈവവുമായിട്ട് അടുത്ത് നിന്നു, ആത്മീയമായിട്ട് അടുത്ത് നിന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്നു. ആത്മീയതയിൽ പുറകു പോയാൽ പരിശുദ്ധ അമ്മ അകന്നു പോകും ഉടമ്പടിയിൽ നിന്ന്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഈ ആത്മീയത നഷ്ടപ്പെട്ടാൽ എത്രയോ മക്കളാക്കി ഞായറാഴ്ച കുർബാന കൂടാതെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ പറയുന്നത് നേരത്തെ കുർബാനയ്ക്ക് മുടങ്ങിയിരുന്നവർ ഇപ്പോൾ ഡെയിലി കുർബാനയ്ക്ക് പോവുകയാണ്. 2-3 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയാണ്. ഒരു പാപം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിൽ തോന്നിയ ഉടനെ കുമ്പസാരിക്കുകയാണ്. പരിശുദ്ധമ്മ മാറുമോ അവരുടെ കയ്യിൽ നിന്നും, അവരുടെ അടുത്ത് നിന്നും? മാറില്ല. ഇങ്ങനെ ആത്മീയമായിട്ട് അടുത്ത് നിന്നാൽ അമ്മ അവരുടെ ചുറ്റും നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യുകയും ശ്രദ്ധിച്ച് ചെയ്യുകയും മറ്റുള്ളവരെ നോക്കി ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്നത് ഈശോയും അമ്മയുമാണ് അത് ആണെന്നാണ് അവർ കരുതി കൊടുക്കുന്നത്. ഈശോയും അമ്മയുമാണ് ഈ കിടക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ജയമോൻ ചെയ്തപ്പോൾ ജയമോനിലൂടെ നമ്മൾക്ക് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹം കാണുവാനിടയായി. അതിനുശേഷം ജയമോന് കിട്ടിയ വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറയാൻ കരങ്ങളടിച്ച്. ഞാൻ പന്തലാംപാടം പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. പന്തലാംപാടം ഇടവകയാണ് എൻ്റെ. ആദ്യമേ തന്നെ ഞാൻ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ 2020 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ സാക്ഷ്യം പറയാൻ വൈകിയതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. ഇതെൻ്റെ പപ്പയാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അതിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും വിവാഹത്തിന് വേണ്ടി 30 ലക്ഷം ലോൺ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലിശയൊക്കെ കയറി അടയ്ക്കാൻ പറ്റാണ്ട് 10 വർഷങ്ങളായിട്ട് നീണ്ടു നിന്നു. അപ്പോഴേക്കും 60 ലക്ഷത്തോളമായി. അപ്പോൾ ഏതാണ്ട് ജപ്തി നോട്ടീസിൻ്റെ വിളി വന്നു. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി. സ്ഥലം കച്ചവടമാക്കാനായിട്ട് കുറേ ഓടി നടന്നു. പക്ഷേ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഉടമ്പടിയെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ 20/2/2020 ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീടിൻ്റെ 4 അതിർത്തികളിലും ഉടമ്പടി ഉപ്പും തൈലവും ചേർത്ത് പ്രാർത്ഥിച്ചു. പിന്നെ പപ്പ വന്ന് അഖണ്ഡ ജപമാലയിൽ വന്ന് പപ്പയും അമ്മയും വന്ന് കൃപാസനത്തിലെ അഖണ്ഡ ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ മാസത്തിൽ ഞങ്ങളുടെ ബാക്കിലത്തെ 3 സെൻറ്റ് സ്ഥലം ചേട്ടൻ ഒരു വ്യക്തി സ്ഥലം കച്ചവടമാക്കി. അങ്ങനെ ഞങ്ങളുടെ കടബാധ്യത 60 ലക്ഷം ബാധ്യത ആ ചേട്ടൻ ഏറ്റെടുത്ത് ജപ്തിയിൽ നിന്നും മാറ്റം തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു.
പിന്നെ രണ്ടാമത് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 17 വർഷം സർവീസ് ചെയ്തു. അതിനുശേഷം വന്നപ്പോൾ പെൻഷൻ്റെ ശമ്പളം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ പേടകത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, പെൻഷൻ ശരിയായി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ ശരിയാക്കി തന്നു. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ മൂന്നാമതൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ പിറ്റത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലും ഉപ്പും വയറിലും ശരീരത്തിലും തേച്ച് പിടിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ നാലാമത് പറയുന്നത്, ഞങ്ങൾ രാത്രിയിൽ പപ്പയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ കണ്ണടഞ്ഞു പോയി. അപ്പോൾ തന്നെ വണ്ടി ഡിവൈഡറിൽ കയറിപ്പോയി. അങ്ങനെ വണ്ടി തിരിഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ കൃപാസന മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കൃപാസന മാതാവിനും അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അത് ഞാൻ ഉടമ്പടി പത്രവും ലോക്കറ്റും എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ധ്യാനങ്ങളും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എല്ലാ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവിടെ വീടിൻ്റെ അടുത്തും പിന്നെ രോഗികളായവരെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വസ്ത്രങ്ങളൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ളത് എന്തായാലും അതൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിനോടും അടുത്ത് പ്രാർത്ഥനയിലൊക്കെ അടുത്ത് വന്ന് ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും പിള്ളേരും പറമ്പിൽ കൂടെ നടക്കുമ്പോൾ അമ്മയെ മഴവില്ലിൻ്റെ രൂപത്തിൽ കണ്ടു. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ 1000 നന്ദി പറയുന്നു. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൻ്റെ സാക്ഷ്യം അപ്പനാണ് ഇവിടെ നിൽക്കുന്നത്. 2 പെൺമക്കളുണ്ട്. അവരെ കെട്ടിച്ചയക്കാൻ സാമ്പത്തികമൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അത് കൊടുക്കാനൊരു വഴിയുമില്ല. അങ്ങനെ ജപ്തിയുടെ വക്കിൽ വന്നപ്പോൾ ഇവരുടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി വന്ന് ആ പൈസ അവർക്ക് കൊടുത്തു. ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലശേഷമേ ആ സ്ഥലം അവരുടെ പേരിലാക്കി എടുക്കുകയുള്ളൂ. 3 സെൻറ്റ് സ്ഥലം. അതിൻ്റെ പൈസ ഇപ്പോഴൊന്നും കൊടുക്കണ്ട. തിരിച്ച് ആ പൈസ ഇവർക്ക് ബാങ്കിൽ കൊടുത്ത് ജപ്തിയിൽ നിന്ന് അവർ ഒഴിവാക്കിയെന്ന് അവർ പറയുകയുണ്ടായി. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ അനുഗ്രഹം. ഉടമ്പടിയെടുത്ത് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അവിടെ ഒരു വ്യക്തിയിലൂടെ ആ ജപ്തിയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് മാതാവ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇതാണ്. ഉടമ്പടി എടുക്കുന്നവരെ ഒരിക്കലും അമ്മ കൈവിടത്തില്ലെന്ന് ഇവരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നീട് ജീവിത പങ്കാളിയുടെ പെൻഷൻ കിട്ടുന്നില്ല. വളരെയധികം വേദനയിലാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെ സംരക്ഷിക്കണം. അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അമ്മ അവിടെയും ഇടപെട്ടു. പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉടമ്പടിയെടുത്തവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന അമ്മയാണെന്ന് നമുക്ക് ഇവരിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. ആ പെൻഷൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് വാഗ്ദാന പേടകത്തിൽ അവർ ആ നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഫോൺ മെസ്സേജ് വന്നെന്ന്.
എന്ത് കരുതലല്ലേ അമ്മയ്ക്ക്. അവരുടെ ദുഃഖത്തിൽ അമ്മയ്ക്ക് വളരെയധികം കരുതൽ കൊടുക്കുന്നു. അതാണ് ഉടനെ തന്നെ ആ പെൻഷൻ പൈസ കിട്ടി. പിന്നീട് അവർക്ക് 2 പെൺകുട്ടികളാണ്. ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ താമസിപ്പിച്ചില്ല, അത് ഉടനെ സാധിച്ചു കൊടുത്തു. ഇത്രയും വലിയ അനുഗ്രഹം തരുന്ന അമ്മയെ നമ്മൾ എങ്ങനെയാണ് സമയത്തിൻ്റെ അമ്മയെന്ന് വിളിക്കാത്തത്? എങ്ങനെയാണ് സഞ്ചാരി അമ്മയെന്ന് വിളിക്കാത്തത്? എങ്ങനെയാണ് വന്നു ചെയ്തു തരുന്ന അമ്മയെന്ന് വിളിക്കാത്തത്? നമ്മുടെ അമ്മ ജീവനോടുകൂടി ആൾത്താരയിലിരിക്കുക. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും. നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി, അത് കൃത്യമായി ചെയ്താൽ മതി. അമ്മ ഒരിക്കലും കൈവിടത്തില്ല എന്ന് ഈ കുടുംബം നമ്മളോട് പറയുകയുണ്ടായി. പിന്നീട് ഒരിക്കലും ഒരു അപകടം വന്നു. അവരുടെ കയ്യിൽ കൃപാസന പത്രമുണ്ടായിരുന്നു. അവർ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടി പെട്ടെന്ന് മറിയുകയുണ്ടായി. മറിഞ്ഞിട്ട് ഒരു അപകടവും പറ്റിയില്ല. വണ്ടിക്ക് പറ്റിയില്ല, ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അപ്പനും ഒന്നും പറ്റിയില്ല. അവരുടനെ വിളിച്ച് അമ്മയെ, പരിശുദ്ധ അമ്മയെന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ, അവിടെ പറന്നെത്തി. ഇതാണ് ചിറക് വെച്ചമ്മ. പറന്നെത്തും. നിങ്ങൾ വിളിക്കണ വിളിപ്പുറത്തെത്തുന്ന അമ്മയാ. ഉടമ്പടി എടുത്തു കഴിഞ്ഞവർക്ക് കൊടുത്ത ഈ വലിയ കൃപയ്ക്ക്, ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനകോടി നന്ദി പറയുന്നു. അമ്മ വഴി ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് അമ്മയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് അനിത. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് സെൻറ്റ് ആൻ്റണീസ് ഇടവകാംഗമാണ്. 2021 മുതൽ ഞാൻ എൻ്റെ കുടുംബം ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ മകൾക്ക് 4 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അച്ഛൻ അന്ന് കൈവെപ്പ് ശുശ്രൂഷ വഴി പറഞ്ഞിരുന്നത് 1 വർഷത്തിനുള്ളിൽ, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ തന്ന് നിനക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞിരുന്നത്. കറക്റ്റ് 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ അവൾക്ക് ലഭിച്ചു. രണ്ടാമത് ജീവിത പങ്കാളിക്ക് ഡിസ്കിന് ബൾജിങ് ആയിട്ട് കാലിൻ്റെ ഞരമ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇംഗ്ലീഷ് ഡോക്ടറെ കാണുകയും ആൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഡോക്ടർ മരുന്ന് 10 ദിവസം 15 ദിവസത്തോളം കഴിച്ചിട്ട് ആൾക്ക് വേദന കൂടുതലാതെ കുറയുണ്ടായിരുന്നില്ല. അത് അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് അതിൽ വിശ്വാസം കുറവായിരുന്നതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്തില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഡോക്ടറെ മാറ്റി കാണിക്കണതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇംഗ്ലീഷ് മരുന്നൊക്കെ ഇത്ര ദിവസം കഴിച്ചിട്ട് വലിയ കാര്യമായിട്ട് കുറവൊന്നുമില്ലാത്ത കാരണം കൊണ്ട് കൃപാസനത്തിൽ ഉപ്പും തൈലം ഒന്ന് ഞാൻ പുരട്ടി നോക്കട്ടെ, എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ മാറി കാണിക്കാം നമുക്കെന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം ഉപ്പും അന്ന് ഞാൻ ആൾക്ക് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് വൈകിട്ട് ആൾ 2 ആഴ്ചയ്ക്ക് ശേഷം കിടക്കയിൽ കിടന്നുറങ്ങാൻ സാധിച്ചു. അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അതുപോലെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 3 ആഴ്ച മുൻപ് ഞായറാഴ്ച ഞാനും ജീവിത പങ്കാളിയും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തൊരു ഡേറ്റ്, വളരെ ചെറിയൊരു ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു സമാധാനം ആൾക്ക് ഇരിക്കാനോ നിൽക്കാനും ഒരു സമാധാനം, നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം അടഞ്ഞു പോവാതെ ആളുടെ ജോലി ചെയ്യാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി അത് മാറ്റി കൊടുക്കണം, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് 3-ാമത്തെ ദിവസം രാത്രിയായപ്പോൾ ആളെന്നോട് പറഞ്ഞു, എനിക്കൊരല്പം ആശ്വാസം തോന്നുന്നുണ്ട് കാലിന് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ആൾക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. എനിക്ക് ഇതിന് മുൻപ് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു തടിപ്പ് വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ആളത് FNAC ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നിർദ്ദേശിച്ചിരുന്നു. അത് ഞാനിവിടെ അതിന് 2-നും പോണതിന് മുമ്പ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും FNACക്കൊക്കെ പോയത്. അത് 2 ടെസ്റ്റുകളിലും എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ടെല്ലാം നെഗറ്റീവായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മകന് ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അവൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏജൻസിനെ സമീപിച്ചപ്പോൾ
വിസ ലഭിക്കാനായിട്ട് അവന് 99% സാധ്യതയില്ലാത്ത വിധത്തിലാണ് അവൻ്റെ ഫയല്. അപ്പോൾ അത് കാരണം കൊണ്ട് വിസയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല, 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തായാലും പൈസ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളതിൽ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മകൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവന് വിസയ്ക്ക് വെച്ച് 15 ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കുകയും ചെയ്തു. ഒരു 10-20 വർഷത്തോളമായിട്ട് എനിക്ക് അലർജി മൂലമുള്ള ചുമയും തുമ്മൽ മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടിയിലെ നിയോഗം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടും എനിക്ക് കാര്യമായിട്ട് ഇതിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം 3-ാമത്തെ പ്രാവശ്യം വയ്ക്കാനിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, 2 പ്രാവശ്യം നമ്മൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പിന്നെയും അത് മാറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് നിയോഗമായിട്ട് വെക്കണ്ട, മാതാവ് നമുക്കത് മാറ്റി തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റി തരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അത് ആരാധനയിൽ അത് പറഞ്ഞു. അപ്പോൾ ഞാനും അതങ്ങനെ വിട്ടു. പിന്നെ സ്വാഭാവികം എനിക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ ഇന്നെൻ്റെ 13ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഇന്നെൻ്റെ സിൽവർ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് മുതൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോകൾ, ഷോപ്പുകൾ, അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളുടെ എല്ലാവർക്കും കൊടുക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മോശമായിട്ടും പ്രതികരിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആത്മീയമായിട്ട് ഉടമ്പടി ജീവിതത്തിന് ശേഷം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും, ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനെ ക്ഷമിക്കാനും, എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പങ്കെടുക്കാനും, കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുർബാന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും എത്ര വൈകിയാലും 12 മണിയായാലും 11 മണിയായാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഉറങ്ങാറുള്ളൂ. അതിന് ആത്മീയമായിട്ട് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഒരുപാട് ഉയരാൻ സാധിച്ചു. ആത്മീയമായിട്ടാണ് എനിക്ക് ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആത്മീയ ജീവിതം ഒരുപാട് ഉയർത്താൻ എനിക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ 1000 നന്ദി പറയുന്നു. 30-ാം സങ്കീർത്തനം 11-12 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. അനിത ആൻ്റെയുടെ കുടുംബം ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവച്ചത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നന്ദി പ്രകാശനമായിട്ടാണ് നമ്മോട് ഇവിടെ പങ്കുവച്ചത്. ഈ സഹോദരി ഇപ്പോൾ സിൽവർ ഉടമ്പടിയിലാണ്. സിൽവർ ഉടമ്പടി എന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയി ഉടമ്പടി ജീവിതത്തിലാണ്. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയി നിരന്തരം ഉടമ്പടിയിലായിരിക്കുന്നവർ കൃത്യമായി ആ നിബന്ധനകൾ എന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസവും 2 ആഴ്ചയിലൊരിക്കലുള്ള കുമ്പസാരവും, എല്ലാ ദിവസവും കൃത്യമായ ഈശോയെ സ്വീകരിക്കാനും ഈശോയെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചെയ്യുവാനും അച്ഛൻ്റെ എല്ലാ ടോക്കുകൾ കേൾക്കുവാനും, സാക്ഷ്യങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ള എല്ലാ ഉടമ്പടി നിബന്ധനകളും ഈ സിൽവർ ഉടമ്പടി വരെ എത്ര പ്രാവശ്യം ഉടമ്പടി പുതുക്കിയോ അത്രയും തവണ ഈ സഹോദരി ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അവർ വളരെ വിശ്വസ്തരായി തന്നെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിശുദ്ധ അമ്മയെ മെൻഷൻ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തോടെ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരിക, അല്ലെങ്കിൽ വേണ്ട, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെ പരിശുദ്ധ അമ്മ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തതുപോലെയാണ് ഇന്ന് ഈ മകളുടെ പ്രാർത്ഥന. ഈശോ വളരെയധികം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോസഫ് അച്ഛനോട് ഇവിടെ വന്നിവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള, മകനൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ സ്വീകരിക്കുകയും അച്ഛൻ അവർക്ക് കൊടുത്ത മെസ്സേജ് ഇതായിരുന്നു: 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്ന്. കറക്റ്റ് ഒരു കുഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരോട് എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു വിശ്വാസം വരാൻ വേണ്ടി ഈശോ പറയുന്നുണ്ടല്ലോ, നമുക്കുള്ള എല്ലാ ബലഹീനതകളും നമുക്കുള്ള എല്ലാ അന്ധതയും എല്ലാം ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ്.
ജീവിത പങ്കാളിയുടെ ഒരു അല്പം ഒരു വിശ്വാസക്കുറവ് മാറാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഡിസ്ക് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശുദ്ധ വസ്തുക്കളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം അവിടെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതിനെല്ലാം അവർക്ക് വളരെ സന്തോഷമായി നൽകുന്നൊരു കാര്യം ഇതാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ ആ ഒരു ജീവിത രീതിയായി അവർ ഏറ്റെടുത്തപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സാമീപ്യം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എന്തെല്ലാം മെറിറ്റ് ഉണ്ടായാൽ തന്നെയായാലും അത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക്